ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശിവാനി തിരികെ വീട്ടിലെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ചന്ദ്രിക നിധിക്ക് ഫോൺ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് ചന്ദ്രിക പറയുകയാണ്, രേണുക ശിവാനിയെ അകത്തേക്ക് കയറ്റുന്നില്ല, മോളെ നീ ഇങ്ങോട്ടൊന്ന് വാ, എന്നിട്ട് ഇവിടെ സംസാരിച്ച ശേഷം ശിവാനിയെ എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറ്റാൻ വേണ്ടി പറയണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ച ശേഷം നിധി അങ്ങ് പോവാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് വസുന്ധര വരുന്നത്. അങ്ങനെ വസുന്ധര ആദ്യമൊക്കെ പോവണ്ട എന്നും പറഞ്ഞ് വാശി പിടിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നെ വസുന്ധര ചിന്തിച്ചു കൂട്ടാണ്, എന്തായാലും ഗൗതമിനോട് ഇക്കാര്യം പറഞ്ഞ് നിധിയെയും ഗൗതമിനെയും ഒന്ന് വഴക്കിടിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കാം. ഗൗതമിനോട് പറയാതെ പോയതിൻ്റെ പേരിൽ ഇവരെ രണ്ടുപേരെയും തെറ്റിപ്പിക്കാനും പിരിക്കാനും ഒരു എളുപ്പവഴി ഇത് തന്നെയാണ് എന്നൊക്കെ വസുന്ധര ചിന്തിച്ചു കൂട്ടാണ്. അങ്ങനെ നിധിയും പ്രണവും കൂടിയിട്ട് നിധിയുടെ വീട്ടിലേക്ക് അങ്ങ് പോവാൻ കേട്ടോ. ശിവാനി അകത്തേക്ക് കയറ്റാൻ രേണുകയോട് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ പോയി കഴിഞ്ഞ ശേഷം വസുന്ധര നേരെ രേണുകക്ക് ഫോൺ ചെയ്യാണ്. നീ ഒന്ന് അഭിനയിച്ചതല്ലേ, നിൻ്റെ മകൾ ശിവാനി അവിടേക്ക് വന്നപ്പോൾ കയറ്റാതിരുന്നത് നീ അങ്ങ് അഭിനയിച്ചതല്ലേ എന്ന് ചോദിക്കുമ്പോൾ രേണുക പറയുകയാണ്, മേഡത്തിന് എങ്ങനെ അത് മനസ്സിലായി എന്നങ്ങ് ചോദിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് മനസ്സിലായി, ഇപ്പോൾ നിധിയും പ്രണവും കൂടി അവിടേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തേക്കണം. നീ ആദ്യമൊക്കെ ശിവാനിയെ അകത്തേക്ക് കയറ്റുന്നതിൽ ഒന്ന് എതിർപ്പുള്ളത് പോലെ അഭിനയിക്കണം, പിന്നീട് നിധി എന്താണോ പറയുന്നത് അത് നീ അങ്ങ് അനുസരിക്കണം, എന്നാലാണ് ശിവാനി എന്തെങ്കിലും കുഴപ്പം വരും. നിധി കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നും പറഞ്ഞ് നിധിയെ കുറ്റപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ശിവാനി എന്ത് ചെയ്താലും അത് നിധിയുടെ മേലിലേക്ക് ഇടുകയും ചെയ്യാം എന്നൊക്കെ അവർ രണ്ടുപേരും കൂടി കണക്ക് കൂട്ടാൻ കേട്ടോ. അങ്ങനെ വസുന്ധര വിളിച്ച് പറഞ്ഞ പ്രകാരം തന്നെ രേണുക അങ്ങ് അഭിനയിക്കാൻ വേണ്ടി തന്നെ ഒരുങ്ങാണ്. ഈ സമയത്ത് ശിവാനിയെ പുറത്താക്കിയിട്ട് രേണുക വാതിൽ അടച്ചിട്ടുണ്ടാവും. അങ്ങനെ അശോകനോടും ചന്ദ്രയോടൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എൻ്റെ അനുവാദം കൂടാതെ ആരും കഥക്ക് തുറന്നു കൊടുക്കരുത് എന്നും പറഞ്ഞിട്ട് രേണുക അങ്ങ് അഭിനയിച്ച് തകർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ അവിടേക്ക് പ്രണവും നിധിയും കൂടി അവിടേക്ക് വരികയാണ്. അപ്പോൾ നിധി വരുന്ന സമയം ശിവാനി കരഞ്ഞുകൊണ്ട് തന്നെ ഉമ്മറത്ത് തന്നെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ നിധിയെ കണ്ടതോടുകൂടി ശിവാനി അങ്ങ് ഓടി ചെല്ലാണ്. എന്നിട്ട് നിധി, നീ എന്നെ ഒന്ന് രക്ഷിക്കണം, എന്നെ അച്ഛനും അമ്മയും അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല, നീ പറഞ്ഞ അവർ കേൾക്കുമെന്നൊക്കെ പറഞ്ഞ് ശിവാനിയും അങ്ങ് അഭിനയിക്കുകയാണ്. ശിവാനിയുടെ തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാൻ നിധിയെ സോപ്പിട്ടാൽ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ള മനസ്സിൽ ചിന്തയോട് കൂടി തന്നെയാണ് കേട്ടോ ശിവാനി നിധിയോട് കരഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്, നിധി, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്, എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, ഇനി എനിക്ക് തിരുത്താനുള്ള ഒരു അവസരം തരണം, എനിക്ക് ഈ വീട്ടിൽ അച്ഛനും അമ്മയും എന്നെ കയറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മരണമല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് കരയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കാണുമ്പോഴത്തേനും നിധിയുടെ മനസ്സങ്ങ് അലിയാണ്. എന്നിട്ട് നിധി, നീ വിഷമിക്കല്ലേ എന്നും പറഞ്ഞ് ശിവാനിയും കൂട്ടിയിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കാൻ കേട്ടോ. അപ്പോൾ അമ്മാവ, ഞാനാണ്, നിധിയാണ്, കഥക് തുറക്ക് എന്നും പറഞ്ഞ് കഥകിൽ അങ്ങ് മുട്ടി വിളിക്കുകയാണ്. അങ്ങനെ നിധിയുടെ സൗണ്ട് കേട്ടതോടുകൂടി അശോകൻ വന്ന് കഥക് അങ്ങ് തുറക്കാൻ കേട്ടോ. അപ്പോൾ രേണുക അങ്ങ് പറയാണ്, എന്തിനാ നിധി നീ ഇവളെയും കൂട്ടി അകത്തേക്ക് വന്നത്? ഇവള് നമ്മളെ എല്ലാവരെയും അപമാനിച്ച് ആരുടെ കൂടെയോ ഒളിച്ചോടി പോയതല്ലേ, പിന്നെ എന്തിന് ഇവളെ ഇനി അകത്തേക്ക് കയറ്റണം? നമ്മളെ എല്ലാവരെയും അന്നത്തെ ദിവസം എത്രമാത്രം അധികം അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് രേണുക അങ്ങ് അഭിനയിക്കുകയാണ്. അപ്പോൾ നിധി പറയുകയാണ്, അമ്മായി പറഞ്ഞതെല്ലാം തന്നെ ശരി തന്നെയാണ്, പക്ഷേ ഇപ്പോൾ ശിവാനി തെറ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുള്ളത്, ഇനി അവൾക്ക് ഒരു അവസരം കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് അമ്മാവ ഇനി അവൾ ഇതൊന്നും ആവർത്തിക്കില്ലല്ലോ, ഇനി അവൾക്ക് നല്ലൊരു ജീവിതം നമുക്ക് കണ്ടെത്തി കൊടുക്കുക തന്നെ ചെയ്യണം. അപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേനും അവളുടെ മനസ്സൊക്കെ ഒന്ന് ശാന്തമാവും, എന്നിട്ട് നമുക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തിയ ശേഷം ശിവാനിയുടെ വിവാഹം നമുക്ക് നന്നായിട്ട് തന്നെ നടത്തണം എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അശോകനോട് അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ അശോകനോട് പറയുകയാണ്, അമ്മായി ഇനി ചൂടായാൽ തന്നെ ശിവാനിയെ അമ്മാവൻ സമാധാനിപ്പിക്കണം, അമ്മായിയുടെ വിഷമം കൊണ്ടാണ് അമ്മായി അങ്ങനെ ചൂടാവുന്നത് എന്നൊക്കെ അങ്ങ് പറയാൻ കേട്ടോ. അങ്ങനെ നിധി പറഞ്ഞതിൻ്റെ പേരിൽ തന്നെ അശോകൻ അങ്ങ് ക്ഷമിക്കുകയാണ്. എന്നിട്ട് ഒന്നും മിണ്ടാതെ, ഒന്നും ഇനി പറയരുത് ശിവാനിയെ, ഇനി ആരും ഒന്നും വഴക്ക് പറയരുത് എന്നൊക്കെ പറയുമ്പോൾ അശോകനൊക്കെ അങ്ങ് കേൾക്കാൻ കേട്ടോ. എന്നിട്ട് ശിവാനി, നീ നന്നായിട്ട് തന്നെ ക്ഷീണിച്ചിട്ടുണ്ട്, അമ്മ ശിവാനിക്ക് കുറച്ച് ഭക്ഷണം എടുത്തുകൊണ്ട് വായോ എന്നും പറഞ്ഞ് ചന്ദ്രയോട് പറയാണ്. ഞാനും പ്രണവും തിരികെ പോവുകയാണ് എന്നും പറഞ്ഞ് പോവാൻ
പോവാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്രയൊക്കെ പറയുന്നുണ്ട്, നീ പ്രണവിനെയും കൂട്ടിയിട്ട് ഇവിടേക്ക് വന്നതല്ലേ, ഇനി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോവാമെന്ന് ചന്ദ്രയും അശോകനും ഒക്കെ പറയുമ്പോൾ അത് വേണ്ട, എനിക്ക് അവിടെ ചെന്നിട്ട് കുറച്ചധികം പണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞ് അവർ തിരികെ പോവാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര ശിവാനിക്ക് ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോവുകയാണ്. അശോകനാണെങ്കിലോ ഒന്നും അധികം സംസാരിക്കാതെ തന്നെ ശിവാനിയെ ഒന്ന് നോക്കിയ ശേഷം അശോകനും അകത്തേക്ക് അങ്ങ് പോവാൻ കേട്ടോ. അങ്ങനെ ശിവാനി ഒറ്റയ്ക്കായി എന്ന് കണ്ടപ്പോൾ രേണുക അങ്ങ് അടുത്തേക്ക് ചെന്നിട്ട്, ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പ്ലാന്, അവളെ കൊണ്ട് തന്നെ നിന്നെ അകത്തേക്ക് കയറ്റിപ്പിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിലെ ഉദ്ദേശം, അതിനാണ് അമ്മ ഇങ്ങനെ ഒരു നാടകം കളിച്ചത് എന്നും പറഞ്ഞ് ശിവാനിയോട് ഇങ്ങനെയൊക്കെ സംസാരിച്ച ശേഷം രേണുക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ രേണുക പോയി കഴിഞ്ഞ ശേഷം ശിവാനി മനസ്സിൽ ഇങ്ങനെ കരുതുകയാണ്, അമലിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ, അമൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഞാൻ എങ്ങനെയാണ് ഇവിടെയുള്ള എല്ലാവരെയും അറിയിക്കുക എന്നൊക്കെ സ്വയം മനസ്സിൽ ശിവാനി ഇങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അമൽ മരിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു ചിന്തയായിരിക്കും ശിവാനിയുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ അമൽ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അമൽ ഇനി ശിവാനിക്കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരുമായിട്ട് അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട്. അങ്ങനെ ശിവാനി മനസ്സിലങ്ങ് സമാധാനമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാണ്. ഈ സമയം പ്രണവും നിധിയും കൂടി തിരികെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നിധി പ്രണവിനോട് പറയുന്നുണ്ട്, നിന്റെ ഏട്ടൻ എന്താ ഫോൺ എടുക്കാത്തത്, ഞാൻ 2-3 തവണയായി നിന്റെ ഏട്ടനെ ഫോൺ വിളിക്കുന്നു, പക്ഷേ നിന്റെ ഏട്ടൻ ഫോൺ കട്ടാക്കുകയാണല്ലോ ചെയ്യുന്നത്, ഇനി എന്തെങ്കിലും മീറ്റിങ്ങോ അർജൻറ്റോ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും, അല്ല എന്നുണ്ടെങ്കിൽ ഏട്ടൻ ഉറപ്പായും ഏട്ടത്തിയുടെ ഫോൺ എടുക്കേണ്ടതാണ്, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഒന്നുകൂടി നമുക്ക് വിളിച്ചു നോക്കാം എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ ശേഷം പിന്നീട് നിധിക്കൊരു ഫോൺ അങ്ങ് വരികയാണ്. ആ ഫോണിൽ മിഥുനായിരിക്കും കേട്ടോ നിധിയെ വിളിക്കുന്നുണ്ടാവുക. എന്നിട്ട് നിധി ഫോൺ നമ്പർ കാണുന്ന സമയത്ത് ഇത് പരിചയമില്ലാത്ത നമ്പറാണല്ലോ, ഇത് ആരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നിധി സ്വയം മനസ്സിൽ കരുതുന്നുണ്ട്. എന്നിട്ട് ആ ഫോൺ അങ്ങ് എടുക്കാൻ കേട്ടോ. അപ്പോൾ നിധി ഹലോ എന്നും പറഞ്ഞ് ആരാണ് ഇത് എന്ന് ചോദിക്കുമ്പോഴൊക്കെ മിഥുൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിധിയുടെ സൗണ്ട് ഇങ്ങനെ കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ നിധി വീണ്ടും ചോദിക്കുകയാണ്, ആരാണെന്നല്ലേ ചോദിച്ചത്, എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കാൻ എന്തിനാണ് പിന്നെ എനിക്ക് വിളിച്ചത്, ആരാന്ന് വെച്ചാൽ പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ മിഥുൻ അങ്ങ് പൊട്ടിച്ചിരിക്കാൻ കേട്ടോ. എന്നിട്ട് ആ ചിരി കേൾക്കുമ്പോൾ നിധി ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇതാരായിരിക്കും, എന്തിനാവും ഇയാൾ എന്നെ വിളിച്ചത്, എന്താവും ഇങ്ങനെ സംസാരിക്കാതെ ചിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ നിധി ഒന്ന് ടെൻഷനായിട്ട് തന്നെ സംസാരിക്കാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നിധി അങ്ങ് ചൂടാവുകയാണ്, എൻ്റെ ഫോണിൽ വിളിച്ചിട്ട് ഇപ്പോൾ സംസാരിക്കാതെ വെറുതെ ചിരിക്കുന്നോ, ആരാണ് നീ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ നിധിയോട് പറയാണ്, നിധി നീ എന്നെ മറന്നോ, എൻ്റെ സൗണ്ടൊന്നും നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും നിന്നോടല്ലേ നിൻ്റെ പേര് ചോദിച്ചത്, ആരാന്ന് വെച്ചാൽ പറയ് എന്ന് പറയുമ്പോൾ നീ അത്ര പെട്ടെന്ന് എൻ്റെ സ്വരം അങ്ങ് മറക്കാൻ സാധ്യതയില്ലല്ലോ, നിനക്ക് പ്രിയപ്പെട്ടവൻ തന്നെയാണ് എൻ്റെ പേര്, നീ അങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ലല്ലോ, നീ എൻ്റെ സ്വരം കേട്ടാൽ തന്നെ തിരിച്ചറിയേണ്ടതാണല്ലോ എന്നങ്ങ് പറയുമ്പോൾ നിധിക്കൊന്നും അങ്ങ് ടെൻഷൻ ആവാൻ കേട്ടോ. ഇതൊരു പരിചയമുള്ള സ്വരം തന്നെയാണല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ മിഥുൻ പറയുകയാണ്, എൻ്റെ പേര് നീ പറഞ്ഞാൽ നിനക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും, എൻ്റെ പേര് മിഥുൻ എന്നാണ് എന്നങ്ങ് പറഞ്ഞതോടുകൂടി നിധി ഒന്നങ്ങ് ഞെട്ടിപ്പോവാണ്. എന്നിട്ട് നിധി ഇനി ഇവൻ എന്തിനാവും എൻ്റെ ഫോണിലേക്ക് വിളിച്ചത് എന്നുള്ള ഭാവത്തിൽ നിധി ആകെ പേടിച്ച് വെറുങ്ങലിച്ചുകൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ ആകെ സന്തോഷമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. മിഥുൻ വന്നിട്ടുണ്ട്, ഇനി നിധിയുടെ കാര്യം പോക്ക് തന്നെയാണ്. നിധിയെയും മിഥുനെയും കുറിച്ച് ഓരോ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കിയ ശേഷം എൻ്റെ ഗൗതമിനെയും നിധിയെയും പിരിക്കണം എന്നുള്ള ചിന്തയാണ് കേട്ടോ വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക. എന്തായാലും ഗൗതം തിരിച്ചു വരുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഗൗതമിനെ തിരിച്ച് കൊച്ചിയിൽ നിന്നും വരാൻ കഴിയുകയുള്ളൂ. അതിനുള്ളിൽ തന്നെ നിധിയെയും മിഥുനെയും ചേർത്ത് പല അപവാദങ്ങളും ഞാൻ പറഞ്ഞുണ്ടാക്കുകയും അതെല്ലാം തന്നെ ഗൗതമിനെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്യണം, എന്നിട്ട് അവരെ 2 പേരെയും പിരിക്കണം എന്നുള്ള ദുരുദ്ദേശമായിരിക്കും വസുന്ധരയുടെ മനസ്സിലുണ്ടാവുക. പക്ഷേ വസുന്ധരയുടെ ഈ ഒരു മോഹമൊക്കെ നടക്കാത്ത സ്വപ്നമായിരിക്കും കേട്ടോ. ഒരിക്കലും നിധിയെയും ഗൗതമിനെയും പിരിക്കാൻ വസുന്ധരയ്ക്ക് കഴിയില്ല. മിഥുന് നല്ല കണക്കിനുള്ള ശിക്ഷ തന്നെ ഗൗതം കൊടുക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഗൗതമിനെ കാണാൻ മിഥുൻ ചെല്ലുന്നൊക്കെ ഉണ്ട്. പക്ഷേ ആ സമയത്തൊക്കെ ഗൗതം നന്നായിട്ട് തന്നെ മിഥുനെ അടിച്ച് പുറത്താക്കുകയും അങ്ങനെയുള്ളൊരു എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നത്.